ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇറ്റ്സ് മീ ആതിര ഹിയർ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൽവത് കോവ് ആണ്. ആൻഡ് ലൽവത് കോവ് എന്ന് പറയുന്നത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഒന്നാണ്. ആൻഡ് ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് സൗത്ത് ഇംഗ്ലണ്ടിലെ ഡോർസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കൗണ്ടിയിലാണ്. നമ്മളിവിടെ രണ്ടാമത്തെ വട്ടമാണ് വരുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ നവംബറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ദിസ് പ്ലേസ് ഇസ് റിയലി ബ്യൂട്ടിഫുൾ. ഇവിടുത്തെ എല്ലാ ടോപ്പ് അട്രാക്ഷൻസും നമുക്ക് എന്താ പറയുക വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നതാണ്. ചോക്ലിഫ്സ് ആണെച്ചാലും, അല്ലെങ്കിൽ ബ്ലൂ സീസ് ആണെങ്കിലും, പെബിൾ ബീച്ച് ആണെങ്കിലും, അല്ലെങ്കിൽ ഇത് ഫേമസ് സ്റ്റെയർ ഹോൾ ആണെങ്കിലും, എവറിത്തിങ് ഇസ് സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ എന്തായാലും നമുക്കിനി വേഗം പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ ലൽവത് കോവിലേക്ക് നടന്ന് കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി പിന്നിൽ കാണുന്ന സ്ഥലമല്ലേ നേരത്തെ ഞാൻ കാണിച്ചു തന്നത്, അപ്പോൾ അവിടേക്കാണ് നമ്മൾ ആദ്യം കഴിഞ്ഞ തവണ വന്നപ്പോൾ പോയത് കേട്ടോ. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ പോണതാണ് ലൽവത് കോവിൻ്റെ ശരിക്കുള്ള സ്പോട്ട്. നല്ലൊരു ഇളങ്കാറ്റുണ്ട്, നോട്ട് ടു കോൾഡ് ആൻഡ് വെയിലില്ല. കണ്ടോ, ആൾക്കാരൊക്കെ അവിടെ പോയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ വ്യൂ. അപ്പോൾ നമ്മളിനി അങ്ങോട്ടാണ് പോകാനുള്ളത്. ആ കാണുന്നതാണ് സ്റ്റെയർ ഹോൾ എന്ന് പറയുന്ന ഒരു അട്രാക്ഷൻ. പക്ഷെ നമ്മൾ ആക്ച്വലി പോകുന്നത് ശരിക്കും കാണേണ്ട ലൽവത് കോവിൻ്റെ ടോപ്പ് മോസ്റ്റ് അട്രാക്ഷൻ ആണ്, ദ വൺ വി മിസ്ഡ് ഔട്ട് ലാസ്റ്റ് ഇയർ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഈ ഓടി ഓടി പോകുന്നത് കേട്ടോ. ഒരു അടിപൊളി സീൻ കാണിച്ചു തരാൻ പോവാണ്. ഭയങ്കര ഡീപ്പാണ്. അപ്പോൾ നമ്മൾ എന്താ സംഭവം നോക്കാം. ഒന്നുമില്ല, ഇതാണ്. ചുമ്മാ നിന്ന് നമ്മൾ ആരെങ്കിലും പേടിപ്പിച്ചാൽ കഴിഞ്ഞു. അടിപൊളി വ്യൂ ആണ്, അടിപൊളി ടെമ്പറേച്ചർ ആണ്, എല്ലാം കൊണ്ടും ഭയങ്കര ഭയങ്കര പീസ്ഫുൾ ആണ്. കണ്ടോ, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ട്രൈപോഡ് വെച്ചിട്ട് നല്ലൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ആസ് യൂഷ്വൽ വിശാഖത പണിപ്പുരയിലാണ്. എന്താ ആൾക്കാരൊക്കെ ഉണ്ട്, ക്രൂസിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ അതിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല വ്യൂ ആയിരിക്കും. നമ്മൾ ആദ്യം ഇവിടെ ഫോട്ടോ എടുത്തിട്ട് പിന്നെ അങ്ങോട്ട് പോകാം.
കഴിഞ്ഞ തൊട്ട് നമ്മൾ ഞാൻ പറഞ്ഞ സ്ഥലം അവിടെയാണല്ലോ, അവിടേക്ക് വന്നത് ഒരു നവംബർ സമയത്തായിരുന്നു കേട്ടോ. എൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസായിട്ട് വന്ന സ്ഥലമാണിത്. അപ്പോൾ അന്ന് നവംബറിൽ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഏർലി മോർണിംഗ് വന്നേ, പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഒരു ഏർലി മോർണിംഗ്, ഒരു സൺറൈസിൻ്റെ സമയത്ത് എടുത്ത ഫോട്ടോസ് കേട്ടോ. ആരും ഉണ്ടായിരുന്നില്ല എന്ന്, ആരും. ഇപ്പം നോക്കി എന്തോരം ആൾക്കാരാ. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടക്കാനുള്ള വഴിയാണ് ശരിക്കില്ലാത്ത. ഉണ്ടോ? ഓക്കെ, നമ്മൾ ഈ വേലിയുടെ ഉള്ളിൽ കൂടെ ഒക്കെ പോകണം. ഓക്കെ, അവിടെ നിന്ന് ഓക്കെ. അപ്പോൾ നമ്മളിതാ പതുക്കെ ഈ കൂടെ കിടക്കുകയാണ്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ മൂന്നാമൻ റെഡി ആയിട്ടുണ്ട്. വിശാഖ് ദാ ട്രൈപോഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ വെച്ചെടുത്ത ഫോട്ടോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വ്ളോഗിൽ. വിശാഖ് എനിക്ക് സർപ്രൈസ് ആയിട്ട് തന്ന ആ ക്യാൻവാസ് പെയിൻറ്റിങ് പിടിച്ചിട്ടുള്ള ഫോട്ടോ ഇവിടെ വെച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ആ ഫോട്ടോസൊക്കെ എടുത്ത് താഴേക്ക് ഇറങ്ങി. മുകളിൽ നിന്ന് കണ്ട ആ ഒരു വ്യൂ ആണ് ഇത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് വാഷ്റൂംസ് എല്ലാം. അപ്പോൾ ഞങ്ങളൊന്ന് വാഷ്റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ച് മുകളിലേക്ക് തന്നെ നടന്നു. നമ്മൾ ശരിക്കുള്ള ആ ഒരു വ്യൂ ആ ഒരു സ്ഥലത്ത് എത്തിയില്ലല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ശരിക്കും ഒരു വലിയ ഹൈക്കിങ് തന്നെയായിരുന്നു. ബിക്കോസ് എന്താ പറയുക, ഇങ്ങനെ കുറേ നാളായി ഇങ്ങനെ നടന്നിട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ ആ ഒരു ട്രെക്കിംഗ് ഫീലിംഗ് ഒക്കെ കിട്ടിയിട്ട് കുറേ കാലമായി. അതുകൊണ്ട് തന്നെ നല്ലോണം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം താഴേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നില്ലല്ലോ, പക്ഷെ മുകളിലേക്ക് എപ്പോഴും കയറ്റം എപ്പോഴും എന്താ പറയുക ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ക്ലൈമ്പിങ് ആവും. പക്ഷെ എന്തായാലും നല്ലൊരു വ്യൂ അറ്റ് ദ എൻഡ് ആ ഒരു ഡെസ്റ്റിനേഷനിൽ കിട്ടും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ്. ഇവിടെ ഭയങ്കര എന്താ പറയുക സ്ലിപ്പറി ആണ്, എന്താ പറയുക ഭയങ്കര കെയർഫുള്ളായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റെപ്പ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. കാരണം ഈ ഒരു മലയുടെ മുകളിൽ എങ്ങനത്തെ സ്റ്റെപ്സാണ് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അത് കാരണം നമ്മുടെ കയ്യിലുള്ള എക്യുപ്മെൻറ്റ്സും അതുപോലെ ബാഗും സംഭവങ്ങളൊക്കെ സൂക്ഷിച്ച് പിടിച്ച് കുഞ്ഞ് നാരോ റോഡ്സ് കൂടെ ആണ് ഇങ്ങനെ നടന്നത്. പിന്നെ ശരിക്കുള്ള ഓപ്പൺ വേസ് ഒന്നും ഇല്ല, ഓരോ കമ്പിവേലികളാണ് ഓരോ എൻട്രൻസ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കോറാതെ സൂക്ഷിച്ച് ഒക്കെ വേണമായിരുന്നു അപ്പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഈ ഒരു കമ്പിവേലി കൂടെ നമുക്ക് മുകളിലേക്കൂടെ താഴേക്കൂടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് പോകണമായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് 2 weeks ക്വാറൻറ്റൈനിൻ്റെ സമയത്ത് ഒരു എക്സസൈസോ വാക്കിങ്ങിനോ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ദാറ്റ് ആക്ച്വലി ടുക്ക് എ ടോൾ ഓൺ മീ. അപ്പോൾ ശരിക്കും നല്ല പോലെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എന്താ പറയുക ഗ്യാസ് പെയിൻ ഒരു ഫീലിംഗ് തന്നെയായിരുന്നു. കാരണം നമുക്കിങ്ങനെ ഇത്രയും ഒരു കയറ്റം കയറിയിട്ട് ഒന്നും ചെയ്യാതെ ഇരുന്നിട്ടേ പെട്ടെന്ന് അങ്ങനെ ഒരു കയറ്റം കയറിയപ്പോൾ എനിക്ക് ശരിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആണ് ഈ വോയിസ് ഓവർ ആക്ച്വലി ഉള്ളത്. കാരണം എനിക്കതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നടത്തത്തിൻ്റെ ഇടയിൽ. അയ്യോ അടിപൊളി. ഞങ്ങള് എവിടെയാ ലുൽബർഗ് കോവിൻ്റെ എൻഡ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. വേണ്ട ഞങ്ങൾ ലുൽബർഗ് കോവിൻ്റെ എൻഡിലെത്തിയിരിക്കുകയാണ്. കാല് ചെറുതായിട്ട് വിറക്കിയിട്ട് സത്തിയിട്ടു എന്താ പറയേണ്ടത് കിട്ടണില്ല. എക്സ്പീരിയൻസ് ആണ്. വൺസ് ഇൻ എ ലൈഫ് ടൈം
അപ്പം നമ്മൾ കാണുന്ന ഈ ഒരു എന്താ പറയുക കടൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ചാനലാണ്. അതായത് അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ഒരു പാർട്ടാണ് ഈ ഇംഗ്ലീഷ് ചാനൽ. അത് സൗത്ത് ഇംഗ്ലണ്ടിൻ്റെയും നോർത്ത് ഫ്രാൻസിൻ്റെയും ഇടയിലുള്ള ഒരു സംഭവമാണ് ഈ ഇംഗ്ലീഷ് ചാനൽ. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ പോയി നിന്ന് എൻ്റെ ക്ഷീണം മാറ്റാൻ കുറച്ച് നേരം ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. എന്താ വ്യൂ അല്ലേ. അതിനിടയ്ക്ക് കുറച്ച് മഴ ചാറി. അപ്പം ഞങ്ങൾ ഇതാ ജാക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് നിൽക്കുകയാണ്. അവിടെ ഇരുന്നതിൻ്റെ എന്താ പറയുക ആ മണ്ണല്ല ഒരു പൊടിയോ എന്താ അത് പൊടി മുഴുവനായിട്ടുണ്ട് ഡ്രസ്സുമൊക്കെ. എന്നാലും ഇറ്റ് വാസ് വർത്ത് ഇറ്റ് അല്ലേ. അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞ് ചാറ്റൽ മഴയും പിന്നെ ഈ ഒരു ക്ലൈമറ്റും പിന്നെ സീഗേൾസ് ഇടയിൽ വന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് ദൂരെ എത്ര കപ്പലുണ്ട്? 1 2 3 6 കപ്പൽ പിന്നിലായിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ പോയ ഭാഗത്തേക്കാണ് അപ്പോൾ 2 പേര് പോകുന്നത്. ഞങ്ങൾ നിന്ന സ്ഥലത്താണ് അവർ നിൽക്കുന്നത്. ഇപ്പം നോക്കുമ്പോൾ അങ്ങനെ ഇരിക്കുക. ഇവിടേക്ക് UK വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത സ്പോട്ടാണല്ലേ ലുൽവർത്ത് കോവ്. നമ്മൾ 2ാമത്തെ വട്ടമാണ് വരുന്നത്. നമ്മൾ ഈ ഭാഗം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ വട്ടം. പക്ഷേ ഇപ്രാവശ്യം ഇവിടെയും കൂടെ കാണാൻ പറ്റി. അടിപൊളിയാ അല്ലേ. ഞാൻ പറഞ്ഞ സീഗൾ ചേട്ടനാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ പതുക്കെ അതിനെ പറപ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഓടിക്കും. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അതാ പോകണം. കിട്ടിപ്പോയിടാ. അപ്പോൾ ഒന്നും കൂടെ ഈ ഒരു സ്റ്റേഷൻ കൂടെ ഒന്ന് കണ്ടിട്ട് പോകാം അല്ലേ. കാറ്റേ കടലേ കാതിൽ തീമഴയായി പാടു കാറ്റേ കടലേ കടൽ കാറ്റ് മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ മധുരമായി പാടും മണിശങ്കുകളായി കാതിൽ തീമഴയായി പാടു കാറ്റേ കടലേ. അപ്പം നേരത്തെ കണ്ട വേലികൾ പോലെ തന്നെ ഇത് വേറൊരു വേലിയാണ്. ആൻഡ് ഇവിടെ വേറെ ഗേറ്റ്സ് ഒന്നുമില്ല, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ചാടിക്കടന്ന് നമ്മളിനി തിരിച്ചു പോവാണ്. അപ്പോൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രാഡ് പിറ്റിൻ്റെ ഹോളിവുഡ് മൂവി ആയിട്ടുള്ള വേൾഡ് വാർ Z എന്ന് പറഞ്ഞിട്ടുള്ള മൂവി കണ്ടിട്ടുള്ളവർക്ക് ഈ ലൊക്കേഷൻ മനസ്സിലായോ എന്നറിയില്ല. ഇനി എന്തായാലും കാണാൻ പോകുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഈ ഒരു ലൊക്കേഷൻ അത് ആ സിനിമയിൽ കാണാൻ പറ്റും. അതിൻ്റെ ഓൾമോസ്റ്റ് ക്ലൈമാക്സ് സീനിൽ ഈ ഒരു ലൊക്കേഷൻ വരുന്നുണ്ട്. അപ്പം ഇനി എന്തായാലും കാണുമ്പോൾ ഒബ്സർവ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി വേഗം നടക്കാം, കുറേ നടക്കാനുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ. സമ്മറും കഴിഞ്ഞു, ഓട്ടം സീസൺ അഥവാ ഫോൾ സീസൺ ആവാറായി. കണ്ടോ നോക്കിയേ, എന്ത് വരാണോ ഒരറിയില്ല. ആയിട്ടുണ്ട്. നമ്മൾ വരുന്ന വഴിയിലും പോണ വഴിയിലൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ നമ്മുടെ കളേഴ്സ്, ട്രീസിൻ്റെ കളേഴ്സൊക്കെ പതുക്കെ ഇങ്ങനെ മഞ്ഞ് ബ്രൗണിഷൊക്കെ ആയി വരുന്നുണ്ട്. ഈ ബ്രൗണും ശരിക്കും മഞ്ഞ, റെഡ്, അതെല്ലാ കളേഴ്സും കാണാൻ പറ്റും. നമുക്ക് ഓട്ടം സീസൺ ആകുമ്പോൾ ശരിക്കും കാണാം. ഇപ്പം എന്തായാലും കുറച്ച് ഇഷ്യൂ ആവും.
പാർക്കിങ്ങിലേക്കാണെങ്കിൽ എന്താ സംഭവമാണാവോ ഉണ്ടോ എഡിബിളാണോന്ന് പറഞ്ഞൊന്നുകൂടാ. ഇതെന്തോ ഒരു പ്രത്യേകതരം ഫ്രൂട്ട് അല്ലേ. നല്ലൊരു ട്രക്കിങ്ങും ഹൈക്കിങ്ങും ഒക്കെ കൂടെ നല്ല അടിപൊളിയായിരുന്നു. കുറേ നാളിപ്പം ദുബായിൽ നിന്ന് വന്നിട്ട് 2 ആഴ്ചത്തെ ക്വാറന്റൈനൊക്കെ കഴിഞ്ഞ് ശരിക്കും ബോഡി ഒന്ന് മനസ്സിലായി. ഓക്കെ ഇറ്റ്സ് ടൈം ടു ഗോ ഔട്ട്. അതെന്തായാലും മനസ്സിലാക്കി കൊടുത്തു. അപ്പം നമ്മൾ വന്ന വഴി തന്നെ വന്നിക്കാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മളിവിടെ വന്നപ്പോൾ ലൽബോത്ത് കോവ് ഈ കാണുന്ന ഇന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്, ഡിന്നർ കഴിച്ചത് ആക്ച്വലി. അപ്പോൾ ഇവിടെ കാണുന്നുണ്ടല്ലോ ഈറ്റിംഗ് സ്ലീപ്പിംഗ് ഡ്രിങ്കിങ്. അപ്പോൾ ഇവിടെ നിന്ന് നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കാണാം ലാസ്റ്റ് 10th നവംബറിലാണ് ഇവിടെ വന്നത്. ആൻഡ് ദ ഫുഡ് വാസ് റിയലി ഗുഡ്. ഹോം മെയ്ഡ് ഐസ്ക്രീമാണ് ജെയ്ക്സ്. ലാസ്റ്റ് ടൈം ഞങ്ങൾ വന്നപ്പോൾ രാത്രി ചെയ്തുകൊണ്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഒരു സോൾട്ടഡ് കാരമലും അതേപോലെ തന്നെ ട്രിപ്പിൾ ചോക്ലേറ്റ്. Two single cone, one triple chop, and the other one salted caramel. Orange. Yes. No, that's fine. Thank you. Yeah. Do you want something on top? Caramel Vishak's favorite ആണ്. ട്രിപ്പിൾ ചോക്ലേറ്റ് തന്നെയാണ്. നമ്മൾ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടാളും വേഗം ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മുടെ പാർക്കിംഗ് ലോട്ടിലേക്ക് നടക്കുകയാണ്. നമുക്കിനി കാർ എടുത്തിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. ഈ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേവറേറ്റ് പ്ലേസ് ആണ്. കഴിഞ്ഞ വർഷം വന്ന സ്ഥലമാണ്. ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് 7 minutes ഓൺലി ഫ്രം ഹിയർ. അപ്പോൾ ഇവിടുന്ന് ഹൈക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതേത് സ്ഥലത്ത് നമുക്ക് പാർട്ട് 2 കാണാം. അതുവരയ്ക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ് ആൻഡ് ടേക്ക് കെയർ. ആൻഡ് ഓൾസോ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ബൈ ബൈ.